അഡ്വക്കേറ്റ് വസന്ത് ഉണ്ടെങ്കിൽ ആ പറഞ്ഞത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമുക്ക് മറ്റ് അതിഥികളിലേക്കും കൂടി പോകാം. അഡ്വക്കേറ്റ് വസന്തിനെ ഇപ്പോൾ വസന്തിനെ ലഭിക്കുന്നില്ല. നമുക്ക് മറ്റ് ആളിലേക്ക് പോകാം, ജിസ്മോനിലേക്ക് പോകാം. ജിസ്മോൻ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ യുവജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ഒക്കെ തന്നെ നടപ്പാക്കുന്നു. പക്ഷേ അത് നടപ്പാക്കാൻ കൃത്യമായി നടപ്പാക്കേണ്ട സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാലും അത് കൃത്യമായി സംസ്ഥാനങ്ങൾ നടപ്പാക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. എത്രമാത്രം ഇത്തരം പദ്ധതികളിൽ, അതിപ്പോൾ BJP സർക്കാർ ആയതുകൊണ്ട് മാത്രമല്ല, കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അത് യുവജനങ്ങൾക്കുള്ളതായാൽ കൂടി അത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ കൃത്യമായ ഒരു ആർജവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തണം. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടൽ നമ്മുടെ സംസ്ഥാനത്ത് അത് നടക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ പറഞ്ഞ യുവജനങ്ങൾക്കുള്ള നിരവധി പദ്ധതികൾ ഇനിയും ഇവിടെ നടപ്പാക്കാൻ ഉണ്ട്. പല പദ്ധതികളും ആളുകൾക്ക് ലഭിക്കാതെയും പോകുന്നു. അത്തരം നിരവധി പദ്ധതികളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റേതായി ഈ യുവാക്കൾ അറിയാതെ പോകുന്ന നിരവധി പദ്ധതികളുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഇത്തരം പദ്ധതികളൊക്കെ തന്നെ യുവജനങ്ങളിലേക്ക് എത്താതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയില്ല ജിസ്മോൻ? അല്ല, ഞാൻ ഈ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുണ്ട്. സത്യത്തിൽ അവരോടുള്ളൊരു അവഹേളനം പോലെയാണ് അവതാരകൻ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര പദ്ധതികളെല്ലാം ഇപ്പോ വിരലമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ഈ പദ്ധതികളെല്ലാം കിട്ടും. അത് സംസ്ഥാന സർക്കാർ തടഞ്ഞു വെച്ചു, അതിന്റെ ആനുകൂല്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നിഷേധിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പുതിയ തലമുറയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അപരാധം എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ തൊഴിൽദാന പദ്ധതിയെ കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കാം. പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി ഉണ്ട്. ആ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയിൽ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവര് ലോൺ എടുത്ത് ചെറിയ പദ്ധതികൾ ആരംഭിച്ച് അതിന്റെ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണമായിരുന്നു. ആ സബ്സിഡി കൊടുക്കാത്തതിനെ തുടർന്ന് ഇന്നിപ്പോ അവര് സംഘടന രൂപീകരിച്ച് ആ സംഘടന മുഖേന പ്രധാനമന്ത്രിക്ക് കത്തയച്ച് പ്രതിഷേധിക്കുന്ന പരിപാടികളും ക്യാമ്പയിനുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച ഒരു ചെറിയ പദ്ധതി, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് തന്നെ കൃത്യമായി അത് നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ വായ്പ എടുത്ത നിരവധിയായ ചെറുകിട സംരംഭകരായിട്ടുള്ള യുവാക്കളും യുവതികളും എല്ലാം ഇന്ന് അതിനെതിരായി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായി. അതുപോലെ തന്നെ BJPയുടെ പ്രതിനിധി അല്ലെങ്കിൽ യുവമോർച്ചയുടെ പ്രതിനിധി ഇവിടെ നിരവധി സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന സാഹചര്യം ഞാൻ കേൾക്കുകയുണ്ടായി. എത്ര സ്റ്റാർട്ടപ്പുകൾ വഴി നിങ്ങൾ ഈ ഇന്ത്യയുടെ പാർലമെന്റിനകത്തോ അല്ലെങ്കിൽ പുറത്തോ ഔദ്യോഗികമായി ഇത്തരം സ്റ്റാർട്ടപ്പുകൾ വഴി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നൽകിയ തൊഴിലിന്റെ കൃത്യമായ കണക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്ത് തന്നെ MP ഉൾപ്പെടെ ഉന്നയിച്ചിട്ടും കൃത്യമായൊരു കണക്ക് പുറത്തുവിടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കേരളത്തെ സമ്പൂർണമായി അവഗണിച്ച, കേരളത്തിന്റെ യുവാക്കളോട് ഏറ്റവും നിഷേധാത്മകമായ സമീപനം കൂടി സ്വീകരിച്ച ഒരു ബഡ്ജറ്റായിരുന്നു ഇത്. എനിക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കസേര നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബഡ്ജറ്റാണ്. ബീഹാറിനെയും അതുപോലെ തന്നെ ആന്ധ്രയെയും, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ഈ രണ്ട് സംസ്ഥാനങ്ങളെയും മാത്രം അവരുടെ താല്പര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഈ പ്രധാനമന്ത്രി പദം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. കേരളം ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു പദ്ധതി ഒന്നും വേണ്ട. നിർമ്മല സീതാരാമൻ, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഫെഡറൽ സംവിധാനത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ച് ഒരു വാക്ക്, കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിക്കുവാനായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറായിട്ടില്ല. കേരളം മാത്രമല്ലല്ലോ ജിസ്മോൻ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ബജറ്റിൽ ഉച്ചരിക്കണം എന്ന് പറയുന്നത് അത് ശരിയായ കാര്യമാണോ? കാരണം ബജറ്റിന്റെ വിശദാംശങ്ങൾ ഇനിയും വരാനുണ്ടല്ലോ. ബജറ്റിൻ്റെ സമ്പൂർണ്ണമായ വിശദാംശങ്ങൾ ഇനിയും വരാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി അവിടെ സംസാരിക്കുക. കേരളത്തെ പറ്റി പരാമർശിച്ചില്ല, കേരളത്തിനൊന്നും ലഭിച്ചില്ല എന്ന് പറയാൻ സമയമായിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പിന്നീട് അങ്ങ് പറഞ്ഞ ഒരു കാര്യം കേൾക്കാമെങ്കിൽ, ജിസ്മോൻ കേൾക്കാമെങ്കിൽ, അങ്ങ് പറഞ്ഞ ഒരു കാര്യം ജിസ്മോൻ കേൾക്കാമെങ്കിൽ, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയിൽ കൃത്യമായി ഗ്രാന്റ് ലഭിക്കാതെ നിന്നുപോയ പദ്ധതികൾ അവർ സമരത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഏത് പദ്ധതിയാണ് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ അത് നമുക്കതിൻ്റെ BJP പ്രതിനിധിയോട് തന്നെ അതിൻ്റെ മറുപടി ചോദിക്കുകയും ചെയ്യാം. ഏത് പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ പണം നൽകാതെ പോയത് ശ്രീ ജിസ്മോൻ?
പറഞ്ഞത് എയിംസ് അനുവദിക്കണമെന്നാണ് പറഞ്ഞത്. കേരളത്തില് കിനാലൂരിൽ 150 ഏക്കർ സ്ഥലമാണ് കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടിരിക്കുന്നത് എയിംസ് ആരംഭിക്കുന്നതിന് വേണ്ടി. എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് അനുവദിച്ചിട്ടില്ല? കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കേരളത്തിന് നൽകിയത്? ഇപ്പൊ പാലക്കാട് ഡിവിഷൻ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്, കോയമ്പത്തൂരിലേക്ക് മാറ്റാൻ പോവുകയാണ്. വലിയ സമരങ്ങൾ ഇപ്പോൾ അവിടെ ജിസ്മോൻ മടങ്ങി വരാം. സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.